ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ്, ഈ റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടാവാം, അതിനെയെല്ലാം നമുക്ക് വിട്ട് കളയാം കേട്ടോ. എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേരുടെ എനർജി നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒന്ന് പിണങ്ങി നിൽക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു തേർഡ് പാർട്ടി വന്നു പോയതായിരിക്കാം. അങ്ങനെയുള്ള എനർജി തന്നെയാണ് എനിക്കിന്ന് കാർഡ്സിലൂടെ കാണുന്നത്. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വരാൻ പോകുന്നത് പോസിറ്റീവായിട്ടുള്ള ചിന്തകളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമാണ്. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ 9 ഓഫ് സോർട്സ് കാർഡ് കണ്ടോ? ഫസ്റ്റ് കാർഡ് അതിലെന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ രാത്രിയിൽ സ്വപ്നമൊക്കെ കാണാണ്, അവർ വറി ചെയ്യാണ്, ഒത്തിരി ഫിയർ അവരെ ഉറക്കമില്ലായ്മയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? 5 ഓഫ് പെന്റക്കിൾ കാർഡ് കണ്ടോ? അത് റിവേഴ്സായിട്ട് വന്നിരിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഭയം വരുന്നുണ്ട്. എന്തിനായിരിക്കും ഭയം? നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ അവരെ സ്വീകരിക്കുമോ? നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് നിങ്ങൾക്കല്ലേ അറിയൂ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒത്തിരി ഗ്യാപ്പ് വന്ന എനർജീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എനർജീസ് ചിന്തിക്കുകയാണ്, എന്നിൽ തെറ്റ് വന്നിട്ടുണ്ട്. ഞാനും അവരും തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്, അവർ പറയുന്നത് എനിക്കും മനസ്സിലാവാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കാം ഞാനും അവരും തമ്മിൽ പിരിഞ്ഞത്. എൻ്റേതായ സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും അവർക്കത് അങ്ങോട്ട് ആവണില്ല. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ ബിസി ആണെന്ന് കോണ്ടാക്ട് ചെയ്യരുത്, അല്ലെങ്കിൽ ഞാൻ എൻ്റേതായ കാര്യങ്ങളിൽ കുറച്ച് നാൾ പൊക്കോട്ടെ, നീ ഒന്ന് മാറി നിൽക്കൂ, നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്താൽ മതിയല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ എനർജീസും ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു പോയ പേഴ്സണായിരിക്കാം. നിങ്ങൾക്ക് നല്ല അറിവുണ്ടാവാം എന്തുകൊണ്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവാന്ന്. നല്ല അറിവുണ്ടാവാം, പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പോയിട്ടുണ്ടാവാം. എന്നിട്ട് നിങ്ങൾ ചേസ് ചെയ്യാൻ പോയിട്ട് എനർജീസിനെയും കാണിക്കുന്നുണ്ട്. അവർ പറഞ്ഞിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യരുത്, ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പോയതെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ അവർക്ക് മെസ്സേജ് ചെയ്യാൻ പോയിട്ടുണ്ട്, കോൾ ചെയ്യാൻ പോയിട്ടുണ്ട്, കാണണം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ എനർജീസിനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ മൈൻഡ് ചെയ്തിട്ടില്ല. അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങൾ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നീ എന്തിനാ എന്നെ ചേസ് ചെയ്യണേ, എനിക്ക് സമയമാകുമ്പോൾ ഞാൻ വരുമല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ. എന്നാൽ പയ്യെ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാണ്ടായി, മെസ്സേജ് ചെയ്യാണ്ടായി. നമുക്ക് അവരുടെ ലൈഫിൽ ഇത്രത്തോളം വാല്യൂ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങളും ഇപ്പോൾ ഉള്ളിൽ നിങ്ങൾ അത്ര വിഷമിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പോകണില്ല, അപ്പോൾ ചേസ് ചെയ്യാൻ പോകണില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നിങ്ങൾ എന്താണ് എന്ന്. നമ്മൾ കൂടെയുള്ളപ്പോൾ മനസ്സിലാവില്ല, നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവില്ല, നമ്മൾ ഇന്ന കാര്യങ്ങൾ കൂടെ അവരെ കൊണ്ടുപോകുമ്പോൾ അതും അവർക്ക് മനസ്സിലാവില്ല. നിങ്ങളൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു അവരുടെ ലൈഫിലെന്ന് അവർക്ക് അപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടായില്ല. എന്നാൽ നിങ്ങൾ എന്ന് തൊട്ട് അവരെ ചേസ് ചെയ്യാൻ പോവാണ്ട് ആയി തുടങ്ങിയോ, അവരെ കോണ്ടാക്ട് ചെയ്യാണ്ട് ആയി തുടങ്ങിയോ, അന്ന് മുതലാണ് അവർ നിങ്ങളെ ഭയപ്പെട്ടു തുടങ്ങിയത്. നിങ്ങളെ ഭയപ്പെടാൻ പറയുമ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ അവർ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. അവർക്ക് ഗൈഡ് ചെയ്യാനായിട്ടൊരു ആളില്ലാത്തൊരവസ്ഥ വന്നു. അവരുടേതായ കാര്യങ്ങൾ പറയാനായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയില്ലേ, അത് നിങ്ങൾ മാത്രമായിരുന്നു എന്ന് അവർ മനസ്സിലാക്കി. ഇവിടെ മൂൺ കാർഡ് കണ്ടോ? എന്താ മൂൺ കാർഡ്? അവരൊരു ഇല്യൂഷനിലായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മിഥ്യാധാരണ. അതെങ്ങനെ സംഭവിക്കാം? അത് നമുക്ക് അടുത്ത കാർഡ്സിലൂടെ നോക്കാം കേട്ടോ. ടെമ്പറൻസ് കാർഡാണ്. എന്താ ടെമ്പറൻസ് കാർഡ് എന്ന് പറയുമ്പോൾ അതും റിവേഴ്സായിട്ട് കാണിക്കുന്നത്.
അവര് നിങ്ങളില്ലാത്ത ആ സമയമുണ്ടല്ലോ അതെങ്ങനെയാ വന്നേന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡബിൾ എനർജി കാണിക്കുന്നത് കണ്ടോ. ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ അവർക്ക് അത്യാവശ്യം കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടുകെട്ടുകൾ എന്ന് പറയുമ്പോൾ നല്ല ഫ്രണ്ട്സ് ആവാം, ചീത്ത ഫ്രണ്ട്സും ആവാം. അപ്പോൾ അവർ തമ്മിൽ കൊളീഗ്സ് ആവാം, ഫാമിലി മെമ്പർ ആവാം, ആരും ആവാം. ഒരു പേഴ്സണെ കാണിക്കുന്നു ഇവിടെ. അവർ ചിലപ്പോൾ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഈ റിലേഷൻഷിപ്പ് വേണോ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ തമ്മിൽ ഒത്തിരി അന്തരല്ലേ. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഫിനാൻഷ്യലി സ്റ്റേബിൾ, കരിയർ വൈസ് സ്റ്റേബിൾ. അപ്പം നിങ്ങളായിരിക്കും ചിലപ്പോൾ ഇത്തിരി ലോ ആയിട്ട് നിൽക്കുന്നുണ്ടാവും അവരെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തിരി എഡ്യൂക്കേഷൻ പരമായിട്ട് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയില്ലേ, തേർഡ് പാർട്ടി പോലെ പറയില്ലേ, അത് പറയുന്നത് ഒരു ഡബിൾ എനർജി എന്ന് പറയില്ലേ, അതൊരു പേഴ്സൺ ആണ്. അതൊരു ഫ്രണ്ട് ആവാം, കൊളീഗ് ആവാം, ഫാമിലി മെമ്പർ ആവാം, അതാരുമാകാം. നിങ്ങൾക്ക് അറിയണ ഒരു പേഴ്സൺ ആണ്, നിങ്ങൾക്ക് അറിയാം ഇന്ന ആളായിരിക്കുമെന്ന്. അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. അവർ പറയാണ് ഇത് അധികം കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, ഇത് അത്ര നിനക്ക് ചേർന്നൊരു ബന്ധമല്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം. അങ്ങനെ പറഞ്ഞിട്ട് ഇവർ മനസ്സില്ല മനസ്സോടെ പോവാ പറയില്ലേ, അങ്ങനെ പോയൊരു എനർജീനെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായി അവരുടെ ലൈഫിൽ? അങ്ങനെ അവർ പോയിട്ട് എന്താ ഉണ്ടായേ? അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരൊത്തിരി സങ്കടപ്പെടുക ചെയ്തത്. മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് എനിക്ക് നിങ്ങളെ വിട്ട് പോകേണ്ടി വന്നു, എന്നാൽ ഇന്ന് നിങ്ങളില്ലാത്തൊരു ജീവിതം എനിക്ക് ഇരുട്ടാണ്. അവർ ഇരുട്ടിലിരിക്കുന്ന അവസ്ഥയാണ്. അവർക്കൊരു വെളിച്ചം പകരുന്നത്, വെളിച്ചം എന്ന് കാണിക്കുമ്പോൾ നിങ്ങളുടെ മുഖമാണ് അവർക്ക് ഓർമ്മ വരുന്നത്. അത് യൂണിവേഴ്സ് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നമ്മളുടെ വാല്യൂ മനസ്സിലാക്കുന്ന പ്ലേസ്, അത് ഇപ്പോൾ അവർ തിരിച്ചറിയാണ്. അവർക്കൊരു വാല്യൂ ഉണ്ടായിരുന്നത് നിങ്ങളുടെ അടുത്തായിരുന്നു എന്നവർ തിരിച്ചറിയുന്നു. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അവരൊരു ടൈം പാസ് ആയിരിക്കാം, അല്ലേ, അല്ലെങ്കിൽ അവരെ കാര്യം സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. എന്നാൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ മാത്രമാണ് അവരെ സ്നേഹിച്ചത്. നിങ്ങൾക്ക് ആവശ്യം അവരുടെ സ്നേഹം മാത്രമായിരുന്നു, അവരെ കരുതൽ മാത്രമായിരുന്നു എന്ന് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ പറയില്ലേ. ഒട്ടും പ്രതീക്ഷിക്കാതെ അവരെ അത്രത്തോളം കെയർ ചെയ്ത് കൊണ്ടൊരു പേഴ്സൺ ആയിരുന്നു. ഇപ്പം നേരെ വൈകി എത്തിയോ, നിങ്ങൾ വീട്ടിലെത്തിയോ, നിങ്ങൾ ഫുഡ് കഴിച്ചോ, തിരക്കുണ്ടോ, എങ്ങനെയാണ് നിങ്ങളുടെ ഇന്നത്തെ ലൈഫ്, ഇന്ന് എങ്ങനെയാണ്, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങൾ മാത്രമായിരുന്നു എന്ന് ഇവരും ഇപ്പം മനസ്സിലാക്കാണ്, അല്ലേ. നമ്മൾ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിൽ അവർ നമ്മളെ അവോയ്ഡ് ചെയ്തിരുന്നു. നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴും വിളിക്കുമ്പോഴൊക്കെ അവർക്ക് തോന്നുക എന്താ, ഇത് എന്തൊരു ശല്യമാണ്, എന്തിനാ എപ്പോഴും ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നും. എന്നാൽ പിന്നെ നിങ്ങളായിട്ടുള്ള കോണ്ടാക്റ്റ് ഡ്രോപ്പ് ആയപ്പോഴാണ് അങ്ങനെ ചോദ്യം ചോദിക്കുക ഒരാളില്ല എന്ന് മനസ്സിലായത്, അല്ലേ. ഇന്ന് എങ്ങനെയാണ്, നല്ല ദിവസമായിരുന്നോ, ഇന്ന് വർക്ക് എങ്ങനെയുണ്ടായിരുന്നു, ഫുഡ് കഴിച്ചോ, ഇന്ന് നല്ല ഹാപ്പി ആണോ, ഇന്നെന്താ വിഷമിച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരാൾ വേണ്ടേ. അങ്ങനെ ഇപ്പം അവരുടെ അടുത്ത് ചോദിക്കാൻ ഒരാളില്ല. അപ്പോഴാണ് അവർ എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലായത്. ഉപദേശിക്കാനും ഓരോന്ന് പറഞ്ഞു കൊടുക്കാനും ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ടാവും. എന്നാൽ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ ആരുണ്ടാവുക? അതവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പ്രണയം, എൻ്റെ പ്രണയിനി അല്ലെങ്കിൽ എൻ്റെ പ്രാണനായ ആ പേഴ്സൺ, അവർ മാത്രമായിരുന്നു എന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ അവരെ കൈക്കുള്ളിൽ കൊണ്ടു നടന്നത്. അവരെ ഹേർട്ടിനുള്ളിൽ അത്രയും സുരക്ഷിതമായൊരു പ്ലേസിലാണ് ഞാൻ നിന്നിരുന്നത്. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയ പേഴ്സൺ അവർ മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ അവർ തിരിച്ചറിയാണ്. നിങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് അവിടെ പ്രകാശമുള്ളത്, സന്തോഷമുള്ളത് എന്നവർ തിരിച്ചറിയാണ്. അവരൊരു ഹാപ്പി ആയിട്ടുള്ളൊരു പേഴ്സൻ്റെ ഫേസാണ് നിങ്ങളിൽ കാണുന്നത്. നിങ്ങളിലേക്ക് നോക്കുമ്പോൾ എന്താ പറയുക, സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു പേഴ്സൻ്റെ മുഖമുണ്ട്, അതാണ് അവർക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾ സ്മൈൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം, നിങ്ങളെ കണ്ണുകളോട് പ്രണയിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം, ഒത്തിരി ടോക്കറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം നിങ്ങൾ. അതിനിഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. ആ ടൈമിലൊന്നും ചിലപ്പോൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ പാസ്റ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ തോന്നുകയാണ് അവരെത്ര അല്ലെങ്കിൽ സുന്ദരനായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. കളർ കൊണ്ടോ അതോ അങ്ങനെയല്ല കേട്ടോ മീൻ ചെയ്യുന്നത്.
അവരിപ്പോൾ പാസ്റ്റിൽ ചിന്തിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊരു ഐശ്വര്യമുള്ളൊരു മുഖമായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവരുടെ മുഖം ആലോചിച്ചിട്ട് ഒന്നല്ലെങ്കിൽ 2 വാക്ക് കേൾക്കുമ്പോൾ ഒരു എനർജി ആയിരുന്നു ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്ത് രസമായിരുന്നു അവർ സംസാരിക്കുന്നത് കേൾക്കാൻ. എത്ര നന്നായിട്ടാണ് അവർ എനിക്ക് കഥകൾ പറഞ്ഞു തന്നിരുന്നത്, പാട്ടുകൾ പാടി തന്നിരുന്നത്, അല്ലെങ്കിൽ എന്നെ കുറിച്ച് അന്വേഷിച്ചിരുന്ന ആ വേ ഓഫ് ടോക്ക് ഉണ്ടല്ലോ, അതൊക്കെ എന്ത് രസമായിരുന്നു. അത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല, എൻ്റെ പേഴ്സണലിൽ മാത്രം ഞാൻ കണ്ടത് എന്നൊക്കെ അവരിപ്പോൾ ചിന്തിക്കുകയാണ്. അപ്പോൾ എന്താ, മുന്നേ ഉണ്ടായിരുന്ന ഒരു ബന്ധമല്ല ഇപ്പോൾ നിങ്ങളോട് അവർക്ക് തോന്നുന്നത്. മുന്നെന്ന് പറയുമ്പോൾ ഒരു അട്രാക്ഷൻ, അത്രയേ ഉള്ളൂ. ഇന്ന് നിങ്ങളെന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളോട് തോന്നുന്നൊരു പ്രണയം ഉണ്ടല്ലോ, അതിപ്പോൾ 100% അവരുടെ കയ്യിലുണ്ട്. മുന്നേ ഒരു 75 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കരുതുക. പ്രണയിച്ച സമയത്തെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഇന്ന് അവർക്കൊരു 100% ആണ് തോന്നുന്നത്. റീതിങ്ക് ചെയ്തു അവർ. നിങ്ങളെന്താണെന്ന് മനസ്സിലായി അവർക്ക്. അപ്പോൾ അവർ 100% സന്തോഷത്തോടു കൂടിയുള്ളൊരു ജീവിതം വേണം. എൻ്റെ ലൈഫ് എൻഡ് വരെ അവരുമായിട്ടുള്ളൊരു കണക്ഷൻ വേണം. അവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയെ ഇവിടെ കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്പ് കാർഡ് കണ്ടോ, അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറേ ഫ്ലവേഴ്സൊക്കെ പിടിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ ഭയമാണ്. എന്താ ഭയം? നിങ്ങൾ തിരിച്ചു വരുമോ, ഇനി അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ട്രോമയിൽ കൂടെ പോവോ, ഒറ്റപ്പെടുമോ? എനിക്ക് അവർ വേണം. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവർക്ക്. ഒന്ന് കാണണം എനിക്കവരെ, എനിക്കൊന്ന് മിണ്ടണം അവരോട്. എനിക്ക് ഇത്ര നാളും ഉണ്ടായില്ല ഏട്ടാ ആ സന്തോഷം എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ ഇത്ര നാളും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത ഒത്തിരി പേരുണ്ട്, അവരൊന്നും ഇപ്പം ഇല്ല. എനിക്ക് മോട്ടിവേഷൻ നൽകിയിരുന്ന ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിരുന്നത് ആ പേഴ്സണിലായിരുന്നു. എനിക്ക് അവരിലേക്ക് എന്നെ പോകണം. അങ്ങനെ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജി ഇവിടെ കാണിക്കുന്നത് ആ യൂണിവേഴ്സ് തന്നെയാണ് കേട്ടോ അവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. മേ ബി നിങ്ങളുടെ പ്രാർത്ഥനയാകാം. നിങ്ങൾ തന്നെ ഹീലാക്കി കളഞ്ഞുകൊണ്ട്, നിങ്ങളുടെ നെഗറ്റീവ്സ് ഒക്കെ കളഞ്ഞുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് തിങ്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അവരിലേക്ക് യൂണിവേഴ്സ് എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കി കൊടുത്തത്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്നാണ് ദ സൺ കാർഡ് കാണിക്കുന്നത്. എന്താ, നിങ്ങളിലേക്ക് സന്തോഷം വരുന്നു, അബണ്ടൻസ് വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ ദ സൺ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ ഉല്ലസിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇത്ര നാളും ഇല്ലായിരുന്ന ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോവുക നിങ്ങളുടെ പേഴ്സൻ്റെ നിന്ന്. നിങ്ങളൊരു വാല്യൂ ഇല്ലാത്ത ഒരു പേഴ്സൺ ആയിട്ടായിരുന്നു നിങ്ങൾ അങ്ങോട്ട് എന്താ പറയുക, ഇടിച്ചു കയറി പോവാ പറയില്ലേ, നിങ്ങളവിടെ ഇടിച്ചു കയറി ചെല്ലായിരുന്നു. അവർ വേണ്ട, നീ വരണ്ട, ഞാൻ തിരക്കാന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുമ്പോഴും എന്നാൽ എന്നെ സ്വീകരിക്കൂ, എന്നോടൊന്ന് മിണ്ടുവോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ഇടിച്ചു കയറി ചെല്ലുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. എന്നാൽ ഈ കുറച്ച് കാലഘട്ടമായിട്ട് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളെയും മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ബോൾഡായി, നിങ്ങളൊന്നും കൂടി ചിന്തിച്ചിട്ട് ഇനി എന്തും പ്രവർത്തിക്കൂ എന്നുള്ള ചിന്ത വന്നു നിങ്ങൾക്ക്. അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ ഇനി നിങ്ങൾ കറക്റ്റ് കാര്യം പറഞ്ഞിട്ട് വേണം കേട്ടോ സ്വീകരിക്കാനായിട്ട്. എനിക്കറിയാം, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർ അവരെ സ്വീകരിക്കുന്നതൊക്കെ അറിയാം. കാരണം അത്രമേൽ പ്രണയമാണ് നിങ്ങൾക്ക് അവരോട്. അവർക്കും ഇപ്പോൾ അവർ 100% നിങ്ങളോട് പ്രണയമുണ്ട്. എന്താ അറിയൂ, അവർ റിയാലിറ്റി മനസ്സിലാക്കി. അപ്പോൾ നിങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള സമയം സാഹചര്യം തന്നെയാണ് അവർ നോക്കിയിരിക്കുന്നത്. അവർ വെയിറ്റ് ചെയ്യുന്ന എനർജി ആയിട്ട് കാണിക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അവർ വരുമ്പോൾ വരട്ടെ, ഞാനിപ്പോൾ എൻ്റെതായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പോവാണ്. ഞാൻ ഇത്ര നാളും വെയിറ്റ് ചെയ്തില്ലേ, ഇത്ര നാളും നിങ്ങളുടെ വെയിറ്റിംഗ് എനർജി കാണിച്ചിരുന്നത്, ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, ഇനി അവർ വരുമ്പോൾ വരട്ടെ. എന്തായാലും എന്നിൽ നിന്ന് വിട്ടുപോയില്ല എന്ന് എനിക്ക് 100% ഷുവർ തന്നെയാണ്. എന്നാൽ അവർ വരുമ്പോൾ വരട്ടെ എന്ന് ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ട്. പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കണം. എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ അവരുണ്ടല്ലോ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാനായി. എങ്ങനെ ചെല്ലും, എന്തായിരിക്കും അവരെൻ്റെ അടുത്ത് പറയുക, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ സ്വീകരിക്കുമോ,
ഞാൻ മാപ്പ് പറയണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ കുറേ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. ദ 10 ഓഫ് സ്വർട്സ് കാർഡ് കണ്ടോ, അവര് സ്വയം ഹീലായി. അവര് ഹീലായിട്ട് അവരിലുള്ള മൈനസൊക്കെ അവർ കളഞ്ഞിട്ട് പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ഫേസ്, നിങ്ങളുമായിട്ടുള്ള ആ ഒരു കാലഘട്ടം, നിങ്ങളുമായിട്ടുള്ള സംസാരിച്ച ആ നിമിഷങ്ങൾ എല്ലാം റീതിങ്ക് ചെയ്ത് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം അവർ ഓരോ ദിവസവും കൂടുന്തോറും ആ പെർസെൻറ്റേജ് ഉണ്ടല്ലോ കൂടി 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 വരികയാണ്. അവരിലേക്ക് പോസിറ്റിവിറ്റി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ ഹീലായി. അവർ യൂണിവേഴ്സ് എനിക്കെല്ലാം തരട്ടെ, എൻ്റെ പേഴ്സൺ എനിക്ക് തിരിച്ച് തരട്ടെ. എനിക്ക് പേടിയൊക്കെ ഉണ്ട്, അവരെൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഞാൻ ഭയപ്പെടുന്നുണ്ട്, ഒത്തിരി ഭയപ്പെടുന്നുണ്ട്. അവരെൻ്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുക, വേണ്ട പറഞ്ഞു പോവോ. പക്ഷെ ഞാൻ അവർക്ക് 100% എൻ്റെ സ്നേഹം കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ ഓരോ ദിവസവും എന്നിലേക്ക് തന്നെ ആ കോൺഫിഡൻസ് കൊണ്ടുവരട്ടെ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ട് യൂണിവേഴ്സിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകരുത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ വരും തന്നെയാണ് പറയുന്നത്. നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, മെസ്സേജ് വരും, കോള് വരും. അവർ ഇങ്ങോട്ട് ഇനീഷ്യേറ്റ് എടുത്ത് വരും. നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അവർ ഇങ്ങോട്ട് തന്നെ വരിക, നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരിക എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. ഇനി എൻ്റെ വ്യൂവേഴ്സിന് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അവരെന്താ ചിന്തിക്കണമെന്ന് നോക്കിയാലോ. അവർ ചിന്തിക്കുകയാണ്, വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. നമ്മൾ രണ്ടുപേരും ഒരുപോലെ വിഷമിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാണ് ഇപ്പോൾ. അവർക്കൊരു ഈഗോ ഉള്ളതായിട്ട് കാണിച്ചിരുന്നു. അവർ ഒരു ഈഗോ ഉള്ള പേഴ്സൺ ആണ്. അവർ ചിന്തിച്ചിരുന്നു, ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ. ഈ ബന്ധത്തിൽ ഞാൻ എൻ്റെ അഭിമാനത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് കാർഡ് കിട്ടിയത് കണ്ടോ. ഞാൻ എൻ്റെ അഭിമാനത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നത്, നിങ്ങൾക്കല്ല ഞാൻ ഇമ്പോർട്ടൻസ് തന്നിരുന്നത്. ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. ഞാൻ നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഞാൻ നിന്നെ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലാക്കിയത് ഇന്ന് എൻ്റെ കണ്ണുകളിൽ നീ മാത്രമാണ്, എൻ്റെ ഹേർട്ടിൽ നീ മാത്രമാണ്, നിന്നിലേക്ക് മാത്രമാണ് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവർ ഡയറിയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അവർ വീണ്ടും പറയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. എനിക്ക് ഇനി ഓടാൻ സാധിക്കില്ല, നിന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ സാധിക്കില്ല, നിന്നിലുള്ള ആ പ്രണയത്തിൽ നിന്ന് എനിക്ക് ഓടി ഒളിക്കാൻ സാധിക്കില്ല. ഞാൻ നിർത്താൻ പോവാണ്. ഞാൻ ഓടി ആകെപ്പാടെ ഞാൻ ടയേർഡാണ്. എനിക്കിനി ഓടാൻ പറ്റില്ല, ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരും. നമ്മൾ ഒരാളെ മറന്നുകൊണ്ട് ഓടി എത്ര ദൂരം പോവും? നമുക്ക് തിരിച്ച് നമ്മൾ വന്ന പോയിന്റിലേക്ക് എത്തണ്ടേ? അവർ ഇല്യൂഷനിലായിരുന്നു പറഞ്ഞില്ലേ, അവിടേക്ക് അവർ ഇനി തിരിച്ചു വരാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. കറങ്ങിയിരിക്കുകയായിരുന്നു. ഒരു പോയിന്റ് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയായിരുന്നു. മനസ്സിലായോ? ഇപ്പം അവർ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡും കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് എന്താ? അവർ ഗോസിപ്സിനെ ഭയപ്പെട്ടിരുന്നു എന്നാണ്. മറ്റുള്ളവരെന്ത് പറയും? അങ്ങനെ ഒരു ഡബിൾ എനർജി കാണിച്ചു പറഞ്ഞില്ലേ. ഒരു ആരും ആയിക്കോട്ടെ, ഫാമിലി ഫ്രണ്ട് ആയിരിക്കാം, കൊളീഗ് ആയിരിക്കാം, ഫാമിലിയിലത്തെ ഏതെങ്കിലും മെമ്പർ ആയിരിക്കാം, ആരും ആയിക്കോട്ടെ. ഇനി എന്താ പറയുക, ഒരു പേഴ്സണെയാണ് കാണിക്കുന്നത്. അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ നീ ഈ ബന്ധം കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റുള്ളവരെന്താ പറയുക? ഗോസിപ്സ് പറഞ്ഞാലോ, നിന്റെ കരിയറിനെ ബാധിച്ചാലോ? മെയിനായിട്ട് അവർ കരിയറിനാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിനെ ബാധിച്ചാലോ? ഞാൻ ഇത്ര നാൾ അധ്വാനിച്ച് ഞാൻ ഒരു കെട്ടിപ്പടുത്തൊരു സാമ്രാജ്യമുണ്ട്, ഒരു പേരുണ്ട്, അതിന് ഭംഗം വരുമോ എന്ന് അവരൊത്തിരി ഭയപ്പെട്ടിരുന്നു ആ ടൈമിൽ കേട്ടോ. ഇന്ന് അവർ ഹോപ്പ് തന്നെയാണ് കാണിക്കുന്നത്. ഈ കാർഡ്സ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഐ ഹാവിൻ ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ്. എന്താ പറയുന്നത്? ഞാൻ ഇതുവരെ നിന്നെ കൈവിട്ടിട്ടില്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ മാത്രമാണ്. എനിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടില്ല എന്നല്ല, ഞാനൊരു മനുഷ്യനല്ലേ. എനിക്കും എന്തെങ്കിലും മറ്റുള്ളവർ പറയുമ്പോൾ ഞാൻ അത് ആണ് സത്യമെന്ന് വിശ്വസിച്ച് പോയി. ഒരു ഇല്യൂഷൻ എനിക്കുണ്ടായി. എന്നാൽ ഞാൻ ഒരിക്കലും നിന്നെ കൈവിട്ടിട്ടില്ല. ആ കൈകൾ ഇന്നും നിന്നിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നീയാണ് എൻ്റെ പ്രണയമെന്ന് അവരൊരു ഹോപ്പ് കാണുന്നുണ്ട്. ഇനി നിങ്ങളുടെയാണ് തീരുമാനമെന്ന് ഞാൻ പറയുന്നു. എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ.
എന്താണ് ഒരു നെക്സ്റ്റ് ഡിസിഷൻ എടുക്കാൻ പോകണ്ടേന്ന് നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ നല്ലപോലെ ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും തന്നെയാണ് ഇവിടെ കാർഡ് കാണിക്കുന്നത്. അവര് നിങ്ങളോട് മാപ്പ് പറയും. ഇത്ര നാളും നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആ അവസ്ഥയിൽ നിങ്ങൾ എത്രമാത്രം വേദനിച്ചു എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളിലേക്ക് വരുമ്പോൾ അവർ സോറിയൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ. എന്നെ കാണുന്ന പേഴ്സൺസിന് ഒത്തിരി പേര് ഇപ്പം നല്ല ബോൾഡായിട്ടുണ്ട്. തീരുമാനം എടുക്കാനൊക്കെ നല്ലപോലെ അറിയാം ഇപ്പോൾ. അപ്പോൾ തലങ്ങും വിലങ്ങൊക്കെ ചിന്തിച്ചിട്ട് വേണം നിങ്ങളൊരു തീരുമാനം എടുക്കാൻ. നിങ്ങളുടെ പേഴ്സൺ വരുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു, എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുണ്ടായ കാര്യങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് അറിയാലോ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് തയ്യാറായിക്കൊള്ളാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെയാണ് ലൈഫ്, നിങ്ങളാണ് ചോയ്സ് എടുക്കേണ്ടത്. എന്നെ കാണുന്ന കുറേ പേരൊക്കെ സ്വീകരിക്കാനാണ് ചാൻസ് കാണിക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ കുറേ ചോദ്യങ്ങളൊക്കെ അവരടുത്ത് ചോദിക്കും. അവരെല്ലാം മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉത്തരങ്ങളൊക്കെ അവർ തരട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തലങ്ങും വിലങ്ങൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ അവരടുത്തേക്ക് ചെന്നോളാനാണ് പറയുന്നത്. ചില പറയാണ് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയോ മെസ്സേജ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലപോലെ തിങ്ക് ചെയ്യുക. എന്ത് പറയണം, എങ്ങനെ പറയണം, എന്തായിരിക്കും അവർ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ, എന്തായിരിക്കും ഞാൻ കൊടുക്കാൻ പോകേണ്ട ഉത്തരങ്ങൾ എന്നൊക്കെ നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ തന്നെ വിലയിരുത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കുക. നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ചെല്ലല്ല വേണ്ടത്. നിങ്ങൾ കറക്റ്റ് കാര്യം പറഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ആലോചിക്കട്ടെ പറയുക അവരടുത്ത്. എനിക്ക് കുറച്ചും കൂടി ഒന്ന് സമയം വേണമെന്ന് നിങ്ങളൊന്ന് പറയുക. എന്നിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് നോക്കുക. വെയിറ്റ് ചെയ്യുന്നേ, അവർ പോകുന്നില്ല ഇനി. പക്ഷേ ഇത്ര നാളും ഞാൻ കുറച്ച് വിഷമത്തിലായിരുന്നു, എനിക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കാനുണ്ട് എന്ന് പറയുക. ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇപ്പം ഞാനൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിൽക്കണ ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ ചിലപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവാം. കാരണം ആ വിഷമഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാനൊന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങളത് മറുപടി പറയാം. എന്തായാലും ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നില്ല. കാരണം ഞാൻ കൊടുത്ത സ്നേഹം 100% അത് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമായിരുന്നു. അതെന്നിൽ തന്നെ ഉണ്ട്. ഞാൻ നിങ്ങളിലേക്ക് തന്നെ വരുള്ളൂ. പക്ഷെ എനിക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം എന്ന് നിങ്ങൾ പറയാം. മനസ്സിലായോ? ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർ ഇനി എന്താ ചെയ്യേണ്ടത്? നെഗറ്റീവ്സിനെ വിട്ട് കളയുക, പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് വരാൻ പോകുന്നത്. ഇനി ഫ്യൂച്ചർ ഞാൻ തീരുമാനിക്കുന്ന പോലെ തന്നെയാണ്. അഥവാ എൻ്റെ യൂണിവേഴ്സ് തീരുമാനിക്കുന്ന പോലെയാണ്. ഞാൻ അത്രമേൽ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് തന്നെ നിൽക്കുക. ഈ റീഡിങ് ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ നിങ്ങളിലേക്ക് അപ്പം മുതൽ അത് വാല്യൂഡ് ആയിട്ട് തോന്നും എന്ന് നിങ്ങളുടെ നിംസ്.